السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم والحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. انظروا إلى ثمره. നിങ്ങൾ പഴങ്ങളിലേക്ക് നോക്കുക. അതാണ് ഇന്നത്തെ ഖുതുബയുടെ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലം തറ അന്ന അല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ്നാ ബിഹി തമറാത്തിൻ മുഖ്തലിഫൻ അൽവാനുഹ. നിങ്ങൾ നോക്കുന്നില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിച്ചു. അങ്ങനെ നിങ്ങൾക്ക് ധാരാളം ജലം ലഭിക്കുന്നു. ആ വെള്ളത്തിന്റെ കാരണം കൊണ്ട് മുഖ്തലിഫൻ അൽവാനുഹ, വിവിധ ഇനങ്ങൾ പഴങ്ങൾ നിങ്ങൾക്ക് നാം പുറപ്പെടുവിച്ചു തന്നു, മുളപ്പിച്ചു തന്നു. ഇത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഏകനായ ഇലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വലിയ മഹത്വമാണ് ഇതിലൂടെ അറിയിക്കുന്നത്. അവന്റെ പരിശുദ്ധിയെ നാം വാഴ്ത്തും. അവൻ ആണ് എല്ലാം നിയന്ത്രിക്കുന്നവനും യുക്തിമാനും തന്ത്രജ്ഞനും. ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി തരികയും അതിനെ നീട്ടിത്തരികയും ചെയ്തു. അതുപോലെ ഭൂമിയിൽ ധാരാളം മരങ്ങൾ ഭൂമിക്ക് ഭംഗിയായിട്ട് അല്ലാഹു നിശ്ചയിച്ചു. അതുപോലെ ഒരുപാട് പൂവുകൾ ഭൂമിക്ക് അലങ്കാരമാക്കിയിരിക്കുന്നു. അതുപോലെ ആ മരങ്ങളിലെല്ലാം ധാരാളം പഴങ്ങൾ കൊണ്ട് ആ മരങ്ങൾക്ക് ഭാരമാക്കിയിരിക്കുന്നു. മാത്രമല്ല, പരിശുദ്ധ ഖുർആനിൽ 70ഓളം സ്ഥലങ്ങളിൽ മരങ്ങളെക്കുറിച്ചും പഴങ്ങളെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, അല്ലാഹുവിൻ്റെ മഹത്തായ ഖുദ്റത്ത് നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കുന്നില്ലേ എന്ന് നമ്മെ വിളിച്ചുകൊണ്ട് ചോദിച്ച് നമ്മുടെ ചിന്തയെ വിളിച്ചുണർത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, യുംബിതു ലക്കും ബിഹി الزرع والزيتون. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കൃഷിയെ മുളപ്പിച്ചു തരുന്നു. അതുപോലെ ഒലീവ് വന്നഖീൽ വൽഅഅനാബ്, ഈന്തപ്പന മരങ്ങൾ, അതുപോലെ മുന്തിരികൾ, വമിൻ കുല്ലി സമറാത്ത്, അതുപോലെ എല്ലാ നിലക്കുള്ള പഴങ്ങളും ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മുളപ്പിച്ചു തരുന്നു. ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമി യതഫക്കറൂൻ. നിശ്ചയം ചിന്തിക്കുന്നവർക്ക്, ബുദ്ധിയുള്ളവർക്ക് ഇതിലൊക്കെ വലിയ പാഠം ഉൾക്കൊള്ളാനുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്. തീർച്ചയായും ഇതൊക്കെ അല്ലാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അല്ലാഹുവിൻ്റെ മഹത്തായ ഖുദ്റത്തിന്മേൽ അറിയിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതുപോലെ അവൻ്റെ യുക്തിയുടെയും അവൻ്റെ തന്ത്രത്തിൻ്റെയും മേൽ അറിയിക്കുന്ന വലിയ അവൻ്റെ പൂർണ്ണതയുടെ മേൽ അറിയിക്കുന്ന കാര്യമാണ്. അതുപോലെ അവൻ്റെ റഹ്മത്തും അവൻ്റെ ഔദാര്യവും ഇതിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നു. മാത്രമല്ല, ഇതിലൂടെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ മഹത്തായ ഖുദ്റത്ത് ഉൾക്കാഴ്ചയുള്ളവർക്ക്, ബുദ്ധിയുള്ളവർക്ക് ഇതിലൂടെ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും. തഅമ്മൽ ഫീ നബാത്തിൽ അർളി വൻദുറ ഇലാ ആഥാരി മാ സനഅൽ മലീകി. കവി പറയുന്നത് കാണാം, നിങ്ങൾ ഭൂമിയിലേക്ക്, ചെടികളിലേക്ക് നോക്കൂ, എന്നിട്ട് അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പഴങ്ങളും എല്ലാം നിങ്ങളൊന്ന് ചിന്തിച്ച് ആലോചിച്ചു നോക്കൂ. അല്ലാഹുവിൻ്റെ ഖുദ്റത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുപോലെ ഈ പഴങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതിലൂടെ അതിൻ്റെ ആ സുഗന്ധം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. അതുപോലെ ആ പഴങ്ങളിൽ അതിൻ്റെ വിത്തുകൾ, ധാന്യങ്ങളെല്ലാം അടുക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? അതുപോലെ അതിൻ്റെ ഇലകളെ, ആ മരങ്ങളുടെ ഇലകളെയൊക്കെ അത് കോർവ ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ എത്രത്തോളം നമ്മൾ അല്ലാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തണം. ദാലികുമുല്ലാഹു റബ്ബുക്കും, അതാണ് നിങ്ങളുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അതുകൊണ്ട് ആ റബ്ബിൻ്റെ പരിശുദ്ധിയെ നാം എപ്പോഴും വാഴ്ത്തിക്കൊണ്ടിരിക്കുക. ഒരിക്കലും ഒരു മരത്തിൽ നിന്നുള്ള ഒരു ഇല പോലും വീഴുന്നില്ല. ഇല്ല ബിഇൽമി, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞുകൊണ്ടല്ലാതെ.
അതുപോലെ ഏതൊരു മരത്തിലും ഒരു ഇല അവിടെ അവശേഷിക്കുന്നുവെങ്കിൽ അത് തീർച്ചയായും അല്ലാഹുവിന്റെ ഇതിനോടുകൂടി മാത്രമാകുന്നു. അല്ലാഹു തആല പറയും, ഏതൊരു ഇല കൊഴിയുന്നുണ്ടെങ്കിലും അത് അല്ലാഹുവിന്റെ അറിവ്, അല്ലാഹു അറിഞ്ഞിട്ടല്ലാതെ ഇല്ല. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാതിൽ അർളി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഭൂമിയിലെ ഏത് ഇരുളിലുള്ള ഏത് ധാന്യവും അത് അല്ലാഹു അറിയുന്നു. ഏത് ഉണങ്ങിയതും ഏത് പച്ചയും എല്ലാം ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വ്യക്തമായ ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടല്ലാതെ ഇല്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വലിയ ദൃഷ്ടാന്തങ്ങളാണിത്. അതോടൊപ്പം മരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യം അറിയിക്കുന്ന മരമാകുന്നു ഈത്തപ്പന മരം എന്നുള്ളത്. ആ ഈത്തപ്പന മരത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ കലിമത്തു ത്വയ്യിബ എന്ന കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ വാക്യത്തിന് വലിയ ഉപമയായിട്ട് വെച്ചിരിക്കുന്നത് ഈത്തപ്പന മരത്തിനെയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഉപമ പറയുമ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപമ വെച്ചിരിക്കുന്നത് ഈത്തപ്പന മരത്തിനെ വെച്ചുകൊണ്ടാണ്. കാരണം ഈത്തപ്പന മരം എന്ന് പറയുന്നത് അത് കാണാൻ നല്ല ഭംഗിയുള്ളതും അതുപോലെ അതുകൊണ്ട് ഒരുപാട് ഉപകാരവുമുണ്ട്. അതിൻ്റെ പഴങ്ങളാണെങ്കിൽ വലിയ ഉപകാരമുള്ളതാണ്. അതുപോലെ സദസ്സുകളിലെല്ലാം ഈത്തപ്പഴങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ സദസ്സ് ഭംഗിയാക്കാറുണ്ട്. അതുപോലെ നമ്മുടെ കുടുംബത്തിലും മക്കൾക്കും നമ്മൾ ഈത്തപ്പഴങ്ങൾ ഭക്ഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ അയൽവാസികൾക്ക് ഹദിയായിട്ട് നമ്മൾ സമർപ്പിക്കുന്നു. അതുപോലെ നമ്മൾ അതിഥികൾ വന്നാൽ അവർക്കും നമ്മളത് നൽകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ അറബികളുടെ പൊതുവേയുള്ളൊരു പതിവും കൂടിയാണത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്തും കൂടിയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ മദീനയിൽ നിന്നൊരു വിഭാഗം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു വിഭാഗം വന്നപ്പോൾ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മുമ്പിലേക്ക് ഒരുപാട് വിവിധ ഇനങ്ങൾ ഈത്തപ്പഴങ്ങൾ അല്ലെങ്കിൽ കാരക്കകൾ അവരുടെ മുമ്പിലേക്ക് വെച്ചു കൊടുത്തതായി ഹദീസിൽ കാണാം. ഇപ്പോൾ ഈ സന്ദർഭം എന്ന് പറയുന്നത് നമ്മുടെ ഈ രാജ്യത്ത് ഈത്തപ്പഴങ്ങളൊക്കെ കാഴ്ചകൊണ്ട് അതിന്റെ ഫലമെടുക്കുന്ന അത് കൊയ്തെടുക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ ഓർക്കണം. അല്ലാഹുവിനുള്ള ഹഖ് അത് നമ്മൾ കൊടുത്തിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, കുലൂ മിൻ സമരിഹി ഇദാ അസ്മറ, നിങ്ങൾക്ക് ഫലങ്ങൾ അത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക. വആതു ഹഖ്ഖഹു യൗമ ഹസാദി, നിങ്ങളത് കൊയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഹഖ് അതിൻ്റെ സക്കാത്ത് നിങ്ങൾ കൊടുത്ത് വീട്ടുകയും ചെയ്യണം. നിങ്ങളുടെ ആ ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക 540 കിലോഗ്രാം ഏകദേശം വന്നു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ നിശ്ചിത വിഹിതം നിങ്ങൾ സക്കാത്തായി നിങ്ങൾ കൊടുക്കണം. അത് നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിൻ്റെ ഹഖിനെ നിങ്ങൾ മറച്ചു വെക്കാൻ പാടില്ല. ഇത് പരിശുദ്ധ ശറഅ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ സക്കാത്തിന്റെ കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്തതാണ്. ചുരുക്കത്തിൽ ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ വെച്ച് തന്നിരിക്കുന്ന വലിയ ദൃഷ്ടാന്തങ്ങളാണ്. അതൊക്കെ ധാരാളം നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി അല്ലാഹുവിലേക്ക് കൂടുതൽ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്ത് അഭിവൃദ്ധിയും പുരോഗതിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്കെല്ലാം എല്ലാ നന്മകളും ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ സയ്യിദിനാ